ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയും വംശീയ കലാപവും കവിതകളിലൂടെ ലോകത്തെത്തിച്ച കവിയും വിവർത്തകനുമായ ചുളാനന്ദ സമരനായകെ നിയമസഭാ പുസ്തകോത്സവ വേദിയിലെത്തി. തൻ്റെ നാടനുഭവിക്കുന്ന വേദനയും നഷ്ടങ്ങൾക്കിടയിലും ഉണരുന്ന പ്രതീക്ഷയും അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ചു. ആളും ആരവവും ഇല്ലാതെ ഒരു ചരിത്രാവശേഷിപ്പ് മാത്രമായി ഇന്ന് നിലനിൽക്കുന്ന കണ്ണിമറ മാർക്കറ്റിൽ വെച്ചാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. മുതലുള്ള അനന്തപുരിയുടെ കഥ പറയുന്ന കമ്പോളം, അതിൻ്റെ പൊളിച്ചുമാറ്റപ്പെടാത്ത ചില ചരിത്രാവശിഷ്ടങ്ങൾ ബാക്കിയുള്ള സ്ഥലം മാത്രമാണിന്ന് കണ്ണിമേറ മാർക്കറ്റ്. അവിടെ വെച്ചാണ് ഞങ്ങൾ ആ മനുഷ്യനെ കണ്ടത്. തകർക്കപ്പെട്ട ലങ്കയുടെ പ്രതീക്ഷകൾ കവിതകളിലൂടെ ലോകത്തെത്തിച്ച ശ്രീലങ്കൻ സാഹിത്യകാരൻ ചുളാനന്ദ സമരനായകെ. തന്റെ നാടിന് നേരിടേണ്ടി വന്ന ആ വലിയ വേദന ഇന്നും ഉള്ളിലിട്ട് അലയുന്നൊരു മനുഷ്യൻ. An empty poison bottle is lying on a barren paddy field. ഒരു ദ്വീപിന്റെ തകർച്ചയിലൂടെ ഒരു സമൂഹത്തിന്റെ ചരിത്രവും വേദനയും ഓർമ്മകളും യാഥാർത്ഥ്യത്തിലൂടെ ആവിഷ്കരിക്കുന്ന ഗ്ലിംസസ് ഓഫ് എ ഷാറ്റേർഡ് ഐലൻഡ്. Now people are trying to live. More than 16,000 families are displaced in only one district. So for more than nearly 2 months, we are struggling to make ways for such affected people. Since November, I was also occupying and doing many programs, conducting workshops for government officers who are working with the affected people to implement many relief works. ഒരിക്കൽ സമൃദ്ധവും സമാധാനപരവുമായിരുന്ന ഭൂമി ഇന്ന് അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു. വാങ്ങിക്കൂട്ടിയ കടത്തിന്റെ പലിശയടയ്ക്കാൻ വീണ്ടും വീണ്ടും കടമെടുത്ത് ക്ഷാമത്തിലേക്ക് കൂപ്പുകുത്തിയ ചരിത്രമാണ് ശ്രീലങ്ക പറഞ്ഞു വെച്ചത്. ഇന്നവിടം തകർന്ന വീടുകളുടേതും നിശബ്ദമായ തീരങ്ങളുടേതുമാണ്. മായുന്ന പാട്ടുകളും കഥകളും നിറഞ്ഞതാണ്. ജനങ്ങൾക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും മുൻഗണന നൽകുമ്പോൾ പുസ്തകങ്ങൾ ആ പട്ടികയിൽ അവസാനമായി മാറുന്നതിനെ ആശ്വാസമെന്നോ നിരാശയെന്നോ നിർവചിക്കാൻ കഴിയുന്നില്ല സമരനായികയ്ക്ക്. എവിടെയൊക്കെയോ ഇന്ന് പ്രതീക്ഷയുടെ നാമ്പുകൾ ഉണർന്നിട്ടുണ്ട്. നഷ്ടമായ നാടിന്റെ സമ്പുഷ്ടമായ ചരിത്രം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് കവി പ്രത്യാശിക്കുന്നു. യുദ്ധവും അധിനിവേശവും രാഷ്ട്രീയ കലാപവും കൊണ്ട് തകർന്നു പോയിടത്തു നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നൊരു നാടിന്റെ കഥ പറയാൻ ശേഷം പുസ്തകോത്സവ വേദിയിലേക്ക്. I, the buried man, also have a dream, not to be buried man further among the living dead. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂരി ഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.